എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോഹന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കിടന്നിട്ട് ഗോവിന്ദന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവളുടെ ലച്ചു എന്നുള്ള പേര്, വിജയലക്ഷ്മിയുടെ പേര്, അതാ അവൾ ആഗ്രഹിക്കുന്ന. അങ്ങനെ അത് ഒരിക്കലും അങ്ങ് ഇടാൻ താൻ സമ്മതിക്കില്ല. എന്ത് ചെയ്യണം തനിക്കറിയാം. ഈ ലക്ഷ്മി ദേവിയുടെ വേറെ വല്ല പേരും ഇട്ടാലോ, അത് ഇവള് സമ്മതിക്കണ്ടേ. എന്നിട്ട് അവൾ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടോ. എന്ത് ചെയ്യാനാ, ദേഷ്യപ്പെടാനും പറ്റില്ലല്ലോ ഈ സമയത്ത്. മനസ്സിന് സന്തോഷം കൊടുക്കണ സമയല്ലേ. എന്തേലും പറഞ്ഞു പോയി അവൾക്ക് സങ്കടപ്പെട്ട തന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ കിടന്ന് പ്രയാസപ്പെടും. അതൊരു കാരണവശാലും പാടില്ല. അങ്ങനെയൊക്കെ ഓർത്ത് ഗോവിന്ദന്റെ ഉറക്കം നഷ്ടപ്പെട്ട് അവസാനം ഗോവിന്ദൻ കിടക്കുവാണ്. ആ സമയത്ത് ഉറക്കം വരാതെ രേഖ തിരിഞ്ഞും പറഞ്ഞും കിടക്കുക. വരുൺ എതിരായിട്ട് മുറിയിലേക്ക് പോലും വന്നില്ല. താൻ ഗർഭിണിയെന്ന് അറിഞ്ഞിട്ട് പോലും വരുണേട്ടന് ഒരു സന്തോഷമില്ല. തന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ തന്നോടൊപ്പം ഒരു മിനിറ്റ് ഒന്ന് സമയം ചെലവഴിക്കാനോ വരുണേട്ടന് സാധിച്ചിട്ടില്ല. അല്ലെങ്കിലും ഇഷ്ടമില്ലാതെ ആഗ്രഹിക്കാതെ ഉണ്ടായ ഗർഭമല്ലേ, അതുകൊണ്ടായിരിക്കും തന്നോട് ഈ അവഞ്ഞ എന്നൊക്കെ ഓർത്ത് രേഖ സങ്കടപ്പെട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വരുൺ അങ്ങോട്ടേക്ക് വരുവാണ്. വരുണിനെ കണ്ടതും രേഖ പറഞ്ഞു, എന്താ വരുണേട്ടാ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും വരുണേട്ടന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത. നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ സമാധാനക്കേടാ. എന്താണെന്നറിയാവോ, ഏത് സമയത്താണോ എനിക്ക് ആ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് വരാൻ തോന്നിയത്, ആ നിമിഷത്തെ ഞാനിപ്പോ ശപിക്കുക. ആ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അതിന്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കും അറിയായിരുന്നെങ്കിൽ ഞാൻ അടങ്ങി ഒതുങ്ങി എവിടെയാലും കിടക്കത്തോ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ഒരു ഗർഭം. എന്താ വരുണേട്ടാ ഇങ്ങനെയൊക്കെ പറയണേ. നമ്മുടെ ആദ്യത്തെ കുഞ്ഞല്ലേ, നമ്മുടെ ആദ്യത്തെ കുഞ്ഞ്. ഇതിനെ എനിക്ക് വേണാഞ്ഞിട്ടൊന്നുമല്ല, ഇതിനെ എനിക്ക് വേണ്ട. പിന്നെ എങ്ങനെയാ, പിന്നെ നീ പറയുന്ന പോലെ ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിയുമ്പോ എടുത്ത് താരാട്ട് പാടി നിന്നെ കൂടെ കൊണ്ടു നടക്കാന്ന് എന്നെ കിട്ടത്തൊന്നുമില്ല. അതിന് വേറെ ആളെ നോക്കണം. പിന്നെ ഞാൻ നോക്കിട്ട് ഒരു വഴി മാത്രമുണ്ട്. നിന്റെ വയറ്റി വട നീ കുഞ്ഞിനെ അങ്ങോട്ട് ഇല്ലാതാക്കാം. ഇനി നിനക്ക് പിന്നെ എപ്പോഴേലും ഒക്കെ ഗർഭിണി ആവാലോ. ഇപ്പൊ ഈ കുഞ്ഞു വേണ്ടെന്ന് പറയാം. ഇത് കേട്ടതും രേഖയിലൊരു ഞെട്ടലുണ്ടായി. രേഖ പറഞ്ഞു, വരുണേട്ടൻ എന്താ പറഞ്ഞേ, എന്റെ വയറ്റി വളർന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനാ? ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറയാ. ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും, വളർത്തും. അതെന്റെ ഒരു വാശിയാന്ന് പറയണം. ഓഹോ, അങ്ങനെയാണ്, നമുക്കൊന്ന് കാണണമല്ലോ. നീ തന്നെ പ്രസവിക്കോ വളർത്തുവോ എന്ത് വേണം ചെയ്ത് എന്നെ ഇതിനകത്തേക്ക് വലിച്ചിട്ടേക്കരുത്. പറഞ്ഞു കേട്ടല്ലോ, അവള് വന്നിരിക്കുന്നു, ഒരു ഗർഭിണി വന്നിരിക്കുന്നു. ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത കുഞ്ഞായത്. എനിക്ക് ഈ കുഞ്ഞിനെ ആവശ്യമില്ല. എവിടെയെങ്കിലും കൊണ്ടേ കളയോ എന്തേലും ചെയ്യുക. ഇപ്പോഴാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് ഡോക്ടറെ കാണാനെന്നും പറഞ്ഞിട്ട് പോകാം, ചെക്കപ്പിനാന്നും പറഞ്ഞ് പോയിട്ട് തിരിച്ചു വരുന്ന വഴി അബോർട്ടായെന്ന് എന്തേലും പറഞ്ഞ് ഈ കുഞ്ഞിനെ കളഞ്ഞിട്ട് വരാം. ഇത് ചെവി അറിയത്തില്ലാതെ. അങ്ങനെയാണ്, വലിയ കുഴപ്പമില്ല. ഞാൻ പറയുന്ന ഈ അനുസരിച്ചാൽ മാത്രം മതി എന്ന് പറയാ. ഇത് കേട്ടതിന്റെ രേഖ പറഞ്ഞു, ഒരിക്കലും സമ്മതമല്ല. ഇനിയിപ്പം എന്ത് തരാന്ന് പറഞ്ഞാലും പറഞ്ഞേട്ടൻ എത്ര സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കാന്ന് പറഞ്ഞാലും ഈ കുഞ്ഞിനെ കളയാൻ എനിക്ക് ഒരുക്കമല്ലാന്ന് പറയാം. ഓഹോ, അപ്പൊ നീ രണ്ടും കൽപ്പിച്ചല്ലേ. ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാനൊക്കെ നിയമമുണ്ട്. അതിനെ അബോർട്ട് ചെയ്യുന്നൊരു കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മയ്ക്ക് വേണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കളയാന്ന് പറയാം. പക്ഷെ ഇവിടെ അമ്മയ്ക്ക് വേണമല്ലോ, എനിക്ക് വേണോ എന്റെ കുഞ്ഞിനെ കളയാൻ ഞാൻ ഒരുക്കമല്ലാന്ന് പറയണം. എന്നിട്ട് രേഖ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുവാണ്. ഇത് കണ്ടതും വരുണിന് സഹിച്ചില്ല. വരും പെട്ടെന്ന്, അതെ ഞാൻ കിടക്കുന്ന സമയത്ത് കൈയും കാലും ഒക്കെ എടുത്ത് മേത്തേക്ക് ഇട്ടെന്നിരിക്കും. പിന്നെ അവസാനം കുഞ്ഞു പോയി അത് പോയി ഇത് പോയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാ. രേഖ പിന്നെ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയ അവിടെയുള്ള ആ ടേബിള് ആ ഒരു ചേറയിലേക്ക് ഇരിക്കുവാണ്. ഈ സമയം വരുണ് നല്ല സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങുവാണ്. രേഖയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. കാരണം ഇനിയിപ്പോ അടുത്ത് കിടന്നിട്ട് കാലും കൈ എടുത്ത് മേത്തേക്ക് ഇട്ടിയുമ്പോ എന്തേലും സംഭവിച്ചാലോ എന്നൊരു ചിന്ത രേഖയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം രാവിലെയൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് ഗോവിന്ദനും ഗീതവും കൂടെ ഡൈനിങ് റൂമിലേക്ക് വരുവാണ്. ഗീത പറഞ്ഞു, ഗോവിന്ദൻ ഇരിക്കുക, ഞാൻ ഫുഡ് എടുത്ത് തരാന്ന് പറയണം. അത് വേണ്ട, നീ ഇരിക്കുക, നീ ഗർഭിണിയല്ലേ, നിന്റെ വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉള്ള, അപ്പൊ നീ ഇരിക്കുക, നിനക്ക് ഞാൻ വിളമ്പി തരാന്ന് പറയണം. വേണ്ടാന്ന് പറയണം. അങ്ങനെ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേഖ അങ്ങോട്ട് വന്നേ. രേഖ പറഞ്ഞു, ആഹാ ഗീതു ഇരിക്കുക, ഇനി ഇപ്പൊ ഗീതുവിന് ചിലപ്പോ വാരി തരാനൊക്കെ ഉണ്ടായിരിക്കും ഗോവിന്ദേട്ടൻ. അതുകൊണ്ടായിരിക്കും ഗോവിന്ദേട്ടൻ ഗീതുവിനെ ഇരുത്തി ഫുഡ് കഴിപ്പിക്കാണ്ട് ശ്രമിക്കണേന്ന് പറയാ. ഇത് കേട്ടപ്പം ഗീതു പറഞ്ഞു, പിന്നെ അങ്ങനൊന്നും ഇല്ലാന്ന് പറയണം. കൊള്ളാം, രണ്ടുപേരുടെ റൊമാൻസ് കൊള്ളാം. ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടി ഇരിക്കുക, ഞാൻ വിളമ്പി തരാന്ന് പറയണം. ഇത് കേട്ടോ ഗോവിന്ദ് പറഞ്ഞു, അത് വേണ്ട, രേഖയും ഗർഭിണിയല്ലേ, രേഖയും കൂടെ ഇരിക്കുക, രണ്ട് ഗർഭിണികൾക്കും ഇന്ന് ഞാനാണ് വിളമ്പി തരുന്നെന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദ് ആ പാത്രത്തിന്റെ കാസ്ട്രോളിന്റെ മൂടി അങ്ങ് തുറന്നതും ഗീതുവിന് വൊമിറ്റ് ചെയ്യാമെന്ന് ഒരുമിച്ചായിരുന്നു. ഗീതു ആണെങ്കിൽ വായും പൊത്തി പിടിച്ചോണ്ട് ഓടിപ്പോയി ഛർദി അവിടെ വന്നിട്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഗോവിന്ദന് ആ പട വെപ്രാള, ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടയോ എന്നൊക്കെ.
പെട്ടെന്ന് രേഖ പറഞ്ഞു ഇതൊന്നും കുഴപ്പമില്ല, പ്രഗ്നൻസിയുടെ ആദ്യ ഛർദി ഏതൊക്കെ, ഇനി ഇതിങ്ങനെ കണ്ടിന്യൂസിൽ എളുപ്പം കാണും, ചിലർക്കാണെങ്കിൽ 5-8 മാസം വരെ കാണും എന്നൊക്കെ പറയാം. അയ്യോ, എന്നാലും അതെ, ഗോവിന്ദേട്ടൻ പോയി പുറമൊക്കെ തിരുമ്മി കൊടുക്കുക, ഭർത്താവിന്റെ അവകാശ ഭാര്യയുടെ പുറം തിരുമ്മി കൊടുക്കാന്നുള്ള തിരുമ്മി കൊടുക്കാൻ പറയാണ്. പിന്നീട് രേഖ അവിടെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് രാധികാമ്മ എങ്ങോട്ട് വന്നേ. രാധികാമ്മയ്ക്ക് അത് പിടിച്ചില്ല. ഓഹോ, കണ്ണനെ കൊണ്ട് തിരുമിക്കാനുള്ള അവളുടെ ഉപാധി കൊള്ളാം, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവൾക്കിട്ടൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം. രാധികാമ്മ അങ്ങോട്ട് പാഞ്ഞു എല്ലുവാണ്. പാഞ്ഞിട്ട് പറഞ്ഞു കണ്ണ നീ ഇങ്ങോട്ട് മാറിക്കേ, ഇതിനൊക്കെ ഒരു മെയ് വഴക്കം ഒക്കെ വേണം, പുറംതിരുമാനൊക്കെ അതൊക്കെ അറിയാവുന്നവർ വേണം ചെയ്യാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് രാധികാമ്മ വലിച്ച് ഗീതുവിന്റെ പുറം തിരുമാണ്. ഗീതുവിന് നല്ല വേന എടുക്കുന്നുണ്ട്, അമ്മാതിരി തിരുമലാണ് തിരുമുന്നേ. ഓരോന്നൊക്കെ വലിച്ചു വാരി കയറ്റുമ്പോ ഓർക്കണായിരുന്നു, ഇതേ പ്രഗ്നൻസിയുടെ ഛർദിയൊന്നും അല്ല കണ്ണ, നീ പുറത്തു പോകുന്ന സമയത്ത് ഓരോന്നൊക്കെ വാരിപ്പെറുക്കി കൊടുക്കുന്നില്ലേ ഇവൾക്ക്, അതുകൊണ്ടാ, സ്വന്തം വയറാന്നോർത്ത് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറയാം. ഇത് കേട്ടോണ്ട് ഇന്ന് രേഖയ്ക്ക് സഹിച്ചില്ല. ഇവർ ആ സമയത്തും ഗോവിന്ദന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാനായിട്ടാ ശ്രമിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ, ഇവർക്കൊരു പണി കൊടുക്കണമല്ലോ തീരുമാനിച്ചു. രേഖയ്ക്ക് ഛർദ്ദിക്കാനൊന്നും വരുന്നുണ്ടായിരുന്നില്ല, എന്നാലും രേഖ ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഓക്കാനിച്ചുകൊണ്ട് നേരെ അപ്പുറത്തെ വാഷിംഗ് ബേസിനിലേക്ക് പോവാണ്. ആ സമയം ഗോവിന്ദൻ എന്ന് രാധികാമ്മയോട് പറഞ്ഞു, അതെ രാധികാമ്മേ, അവള് രേഖ ഛർദ്ദിക്കാൻ പോയിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ല. രാധികാമ്മയ്ക്കല്ലേ മെയ് വഴക്കമൊക്കെ ഉള്ള, നന്നായിട്ട് പുറംതിരുമാനൊക്കെ രാധികാമ്മ ചെന്ന് പുറംതിരുമ്മി കൊടുക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാധികാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാധികാമ്മ പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഗോവിന്ദ് ഗീതന്റെ പുറമൊക്കെ തിരുമ്മി കൊടുക്കുക. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. കുഴപ്പമില്ല കണ്ണേട്ടാന്ന് പറയണ. ആ സമയം രേഖ പോയി വാഷിംഗ് ബേസിന്റെ അവിടെ കിടന്ന് ഓക്കാനിക്കുകയാണ്. നീ ഓക്കാനിക്കുന്നല്ലാതെ വേറൊന്നും പുറത്തേക്ക് വരുന്നില്ലല്ലോ, അതെന്താന്ന് അറിയത്തില്ല അമ്മേ, രാവിലെ ആയതുകൊണ്ടായിരിക്കും, ഫുഡൊന്നും കഴിച്ചിട്ടില്ലോ, ഫുഡ് കഴിച്ചു കഴിഞ്ഞാലേ എന്തേലും പുറത്തേക്ക് വരുള്ളൂ എന്ന് പറയാ, അതുകൊണ്ടാണ് ഈ കാറ്റ് മാത്രം വരുന്നതെന്ന് പറയാ. രാധികാമ്മയ്ക്ക് അറിയത്തില്ലോ അത് രേഖയുടെ ഊടായിപ്പെന്നുള്ള കാര്യം. പിന്നീട് രാധികാമ്മ മുറിയിലേക്ക് വരുമ്പോഴാണ് വരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. വരുണിന്റെ കയ്യില് 2 ചെറിയ കവറിനകത്ത് 2 പൊടി ഉണ്ടായിരുന്നു. കിട്ടിയ വരണേന്ന് ചോദിക്കും. കിട്ടി കിട്ടി, ഇതാ സാധനം എന്ന് പറയാണ്. ഇത് കൂട്ട് ഒരു ഗ്ലാസ്സിനകത്തേക്ക് കലയിൽ കൊടുത്താൽ മതി, 1 കവർ പൊടി എന്ന് പറയണം. അപ്പൊ നിന്റെ ഈ 2 കവർ ഉണ്ടല്ലോ, അത് പിന്നെ 1 കവർ എനിക്കാന്ന് പറയാ. എന്താ നിന്റെ വയറ്റിൽ വല്ല കൊക്കോക്കുപ്പിഴും എന്തേലും ഉണ്ടോ, നിന്റെ വയറ്റിൽ അതിനെ കൊന്നു കളയാൻ വേണ്ടിയിട്ടാണോ നീ ഇത് മേടിച്ചേക്കെന്ന് ചോദിക്കും. അത് പിന്നെ അമ്മ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ, നിനക്കെന്താ ആവശ്യം? അത് പിന്നെ ആ രേഖയുടെ വയറ്റിൽ വരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കേണ്ട ആവശ്യം എനിക്കാണെന്ന് പറയാണ്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ വരണേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. എടാ നീ ഇത്ര മന്ദബുദ്ധിയായി പോയല്ലോ, ഗീതുവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം ഓക്കെ ആയില്ലേ, പിന്നെ ഇവിടുത്തെ സ്ഥാനം ആർക്കാ വരുന്നേ? നിന്റെ കുഞ്ഞിനല്ലേ വരത്തുള്ളൂ, അപ്പൊ ഞാൻ അതല്ലേ നിനക്ക് മുമ്പ് ബുദ്ധി ഉപദേശിച്ചു തന്നേ. ഇത് കേട്ടതും വരുമ്പോൾ വേണ്ടമ്മേ, എനിക്ക് അത്ര ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ആ കുഞ്ഞിനെ വേണ്ടെന്ന് പറയാം. എടാ നമ്മൾ ഇവിടെ വേണം നമ്മുടെ ബുദ്ധി പ്രയോഗിക്കാനായിട്ട്, നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിന് പ്രധാന കാരണം ആരാ? നിന്റെ കുഞ്ഞല്ലേ, ആ കുഞ്ഞിന്റെ രേഖയുടെ വയറ്റുള്ളതുകൊണ്ട് മാത്രമാണ് നിന്നെ ഇവിടെ ഗോവിന്ദൻ നിർത്തിയത്, അല്ലെങ്കിൽ നിന്നെ പണ്ടേ പടിയടിച്ച് പിണ്ടം വെച്ചാണ്. അപ്പൊ അതുകൊണ്ട് ആ കുഞ്ഞിനെ കളഞ്ഞു പോയാൽ ചിലപ്പോ നീ ഇനി ഇങ്ങനത്തെ തരികട പരിപാടി ചെയ്യുമ്പോഴേ നിന്നോടൊപ്പം നിൽക്കാൻ ആരും ഉണ്ടാകത്തില്ല, നീ ഈ വീടിന് പുറത്താവും. ഒരു പക്ഷെ ഒരു കുഞ്ഞുണ്ടായ അത് നിനക്കൊരു ബലവാടാ മോനെ എന്ന് പറയാ. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് നീ ആ കുഞ്ഞിനെ കളയണ്ട, ആ പൊടി ഇങ്ങനെ തരാൻ പറഞ്ഞു. ബലമായിട്ട് രാധികാമ്മ വരുണിന്റെ കയ്യിൽ നിന്ന് ആ പൊടി മേടിക്കുകയാണ്. വരുണ് നല്ല ദേഷ്യം വന്നു. പിന്നീട് രാധികാമ്മ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നേ, നീ രേഖയുടെ അടുത്തേക്കല്ലേ അവളെ കാര്യമായിട്ട് പരിചരിക്കുക, അതൊക്കെയല്ലേ ഈ സമയത്ത് നീ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഒന്നും മിണ്ടായിരിക്കാമേ, ഞാനൊന്നും പറയണില്ല, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാന്ന് പറയാ. പിന്നെ വേറൊരു കാര്യം വൈദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പൊടി കലക്കി കൊടുത്തു കഴിയുമ്പോൾ ഞാൻ നല്ല വേദന ഉണ്ടായിരിക്കുന്നു വയറിനകത്ത്. അതാണ് കുഴപ്പം. അതൊന്നും കുഴപ്പമില്ലടാ മോനെ, ഇത് കലക്കി കുടിച്ച് 2-3 ദിവസത്തിനുള്ളിൽ ഗീതുവിന്റെ വയറ്റിൽ കിടക്കുന്ന ഗർഭം താനെ അങ്ങോട്ട് പോയിക്കോളും. അല്ല അമ്മയുടെ പ്ലാൻ എങ്ങനെയാ, ഇതെങ്ങനെയാ കൊടുക്കണേന്ന് ചോദിക്കുക. കൊടുക്കണോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ സമയത്ത് ജ്യൂസിനകത്ത് കലക്കി കൊടുക്കാൻ ഗീതുവിന്. ചിലപ്പോൾ അവള് ഛർദ്ദിച്ച് അവശതയായി നിൽക്കുന്ന സമയത്ത് ഈ ജ്യൂസ് കൊണ്ടേ കൊടുത്ത് സ്നേഹത്തോട് കുടിക്കുമോളെ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയുണ്ട്? ഓ അത് ശരിയാണല്ലോ എന്ന് പറയണം. അമ്മയുടെ ബുദ്ധി സമ്മതിച്ചു തന്നിരിക്കുന്നു പറയാം. പിന്നീട് അവർണിക അജാസും കൂടെ ഗീതുവിനെ ഗോവിന്ദന്റെ അടുത്തേക്ക് ഫംഗ്ഷന് വേണ്ടി വരാനായിട്ട് വരുവാണ്. അങ്ങനെ പോരുന്ന സമയത്ത് അവർണിക പറഞ്ഞു, അതെ നമുക്ക് ഫംഗ്ഷന് വെറും കൈയോടെ പോകാൻ പറ്റില്ല, കടയിൽ കയറി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണ്ടേന്ന് ചോദിക്കും. അത് ശരിയാ വാങ്ങണം, അതെ ഞാൻ തന്നെ പോകത്തില്ല, അജാസിക്കയും കൂടെ വരണമെന്ന് പറയണം. ഞാനോ? അതെ ഇക്ക വന്ന് സെലക്ട് ചെയ്യണം. ഓ ഇനിയിപ്പോ ഇക്കാടെ പെങ്ങക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പൊ ഇക്കായ്ക്കല്ലേ ഏറ്റവും നന്നായിട്ട് സെലക്ട് ചെയ്യാൻ അറിയത്തുള്ളൂ എന്ന് പറയാം. ശരി ആയിക്കോട്ടെ ഞാൻ വരാന്ന് പറയാണ്. ആ സമയത്ത് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക, അവർണ ഇപ്പൊ നല്ല സന്തോഷത്തിലാണ്. എത്രയോ കാലത്തിന് ശേഷം അവർണയെ ഇങ്ങനെ സന്തോഷത്തോടെ കാണുന്നേ, ഇപ്പൊ നല്ല മനസ്സുമാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സമയം അജാസ് പറഞ്ഞു, അവർണയെ പണ്ടത്തെ ആ മൂടൊക്കെ പോയി ഇപ്പൊ നല്ല ഉഷാറായല്ലോ എന്ന് പറയാ. അതിന് പ്രധാന കാരണം ആരാന്നറിയാവോ? അജാസിക്ക ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയത്. അത് മാത്രമല്ല
ആ പ്രോജക്റ്റ് ഷേണായി ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് കൈവന്നു കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിന് ഭയങ്കര സന്തോഷമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചു പോകുന്ന സമയത്ത് അജാസ് മനസ്സിൽ കരുതി, ഇവളുടെ സന്തോഷം, അതിനു വേണ്ടിയിട്ട് താൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തേ, ഇനി ഒരു കാരണവശാലും ഇവളുടെ കണ്ണ് നിറയാൻ പാടില്ല, ഇവള് കരയാൻ പാടില്ല. അതൊക്കെ ഓർത്ത് അജാസ് വണ്ടി ഓടിക്കുകയാണ്. ആ സമയത്ത് അവർണയെ മനസ്സിൽ കരുതി, അല്ലേലും താൻ കുറ്റക്കാരിയല്ലെന്ന് തെളിയിക്കാനായിട്ട് അജാസിക്കായ്ക്ക് സാധിച്ചല്ലോ, എല്ലാവരുടെ മുന്നിൽ തന്നെ ചേർത്ത് പിടിച്ചല്ലോ. ആ ഒരു ചിന്ത അപർണയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പോണ സമയത്താണ് പെട്ടെന്ന് അപർണ ആ കാഴ്ച കാണുന്നത്. ഇക്ക, ഒരു നിമിഷം വണ്ടി ഒന്ന് നിർത്താൻ പറയണം. കാര്യം എന്താ? നിർത്തിക്കാന്ന് പറയണം. അങ്ങനെ നിർത്തിക്കഴിഞ്ഞപ്പോ അപർണിക വണ്ടിക്കാൻ ചാടി ഇറങ്ങി നേരെ ചെല്ലുന്നേ കിഷോറിന്റെ അമ്മയുടെ അടുത്തേക്കായിരുന്നു. കിഷോറിന്റെ അമ്മ കടയിൽ പോയിട്ട് അങ്ങോട്ട് പോവാണ്. അമ്മയെന്നും വിളിച്ചോണ്ടങ്ങ് ചെല്ലുവാണ്. ഓ, നീയോ? നീ എന്താണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അമ്മേ, ഞാനും ഡാഡിയും കൂടെ അമ്മേനെ കാണാൻ 2-3 വട്ടം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെ കാണാൻ പറ്റിയിരുന്നു പറയാ. എന്തിനാ ഞങ്ങളെ കാണുന്നേ? ഓഹോ, കാണുന്നേ എന്തിനാന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ? അമ്മയ്ക്ക് എന്തേലും സഹായം വേണമെങ്കിൽ അമ്മ പറയണം. എത്രയാന്ന് വെച്ചാ അമ്മ ഇങ്ങനെ ശ്രീജ ഇങ്ങനെ മാറിപ്പോയി കിടക്കുന്നേ, എന്തേലും സഹായം വേണേ പറയണം, പണം വേണേ തരാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിഷോറിന്റെ അമ്മ പറഞ്ഞു, പണമോ? പണമൊന്നും വേണ്ട, അല്ലേലും നിന്റെ പണം എനിക്ക് എന്തിനാടി? എന്റെ മകനെ കൊന്നിട്ട് നിനക്ക് നാണം ഉണ്ടോന്ന് ചോദിക്കുക ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് ഒരു നിമിഷം വല്ലാതെ ആയിപ്പോയി. പെട്ടെന്ന് അപർണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപർണയോട് അടിമുടിയൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴും ഒരുങ്ങിക്കിട്ട് നടക്കുന്നുണ്ടല്ലോ. ഭർത്താവ് മരിച്ച് ചിതയിലെ തീ അണഞ്ഞിട്ടില്ല, അതിനു മുമ്പ് അവള് വേഷവും മാറി ഒരുങ്ങിക്കെട്ടി നടക്കുന്ന നടപ്പ് കണ്ടില്ലേ? നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയാണ്. ഇത് കേട്ടപ്പോ അപർണയുടെ 2 കണ്ണും നിറഞ്ഞു വന്നു. അപർണയ്ക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. കണ്ടില്ലേ, കണ്ടവന്റെ കൂടെ ഊരി ചുറ്റാനായിട്ട് അവളെ ഇറങ്ങിയിരിക്കുന്നു. മേലെ എന്റെ കൺമുന്നിൽ പോലും കണ്ടുപോയേക്കല്ലേ. എന്റെ കിഷോറിനെ കൊന്നവൻ ആരാന്നെ അവിടെ ഞാൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഇല്ലെങ്കിൽ കണ്ട ഞാൻ അറക്കൽ കുടുംബത്തിൽ അവിടെ പോയി ഞാൻ നിരാഹാരം അനുഷ്ഠിക്കും. അവസാനം അവളെ ഞാൻ പിടികൂടും കണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഇത് കേട്ടത് അപർണയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. അപർണയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പം അജാസിന് തോന്നി എന്തോ ഒരു ഭാവവ്യത്യാസം ഉണ്ടല്ലോ എന്ന്. കാരണം കണ്ണാടി കൂടെ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അജാസ്. പെട്ടെന്ന് അപർണ അങ്ങ് തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും അജാസ് പുറകെ ഓടി ചെല്ലുവാണ്. അല്ല അപർണ ഇത് എങ്ങോട്ടാ പോണേന്ന് ചോദിക്കാം. ഞാൻ ഒരിടത്തേക്കും ഇല്ലാന്ന് പറയണം. അങ്ങനെ പറയരുത്. നീ എന്തിനാ അപർണ ഇങ്ങനെയൊക്കെ? വേണ്ട അജാസേ, ഞാനിങ്ങനെ ഒരുങ്ങി നടക്കാൻ പാടില്ലായിരുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാര്യ വിധവയെപ്പോലെ കഴിയണമെന്ന് പറയാ. ആര് പറഞ്ഞ അതൊക്കെ വെറുതെ പറയുന്നല്ലേ. നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞിട്ട് പിടിച്ചു കയറ്റാൻ നോക്കണം. പക്ഷെ അപർണയെ നിന്നില്ല. വേണ്ട, എനിക്കിനി ഒന്നിനും അർഹതയില്ലെന്നും പറഞ്ഞ് അപർണയെ അങ്ങ് നടന്നു പോവാണ്. അജാസിന് വല്ലാത്തൊരു ടെൻഷനും സങ്കടമൊക്കെ തോന്നി ആ സമയത്ത്. പിന്നീട് അറക്കൽ വീട്ടില് അലങ്കരിക്കുകയാണ്. ബലൂണൊക്കെ വീർപ്പിച്ച് എല്ലാവരും അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കാഞ്ചനൊക്കെ പറഞ്ഞു, അയ്യപ്പേട്ട, നന്നായിട്ട് ബലൂൺ വീർപ്പിക്കണം കേട്ടോ എന്ന് പറയണം. അതെ, നീ കൂടുതൽ എന്നെ വീർപ്പിക്കാൻ പഠിപ്പിക്കണ്ട, എനിക്കറിയാന്ന് പറയണം. ഓ പിന്നെ ഇതിനു മുമ്പ് അയ്യപ്പേട്ടന് ബലൂൺ വീർപ്പിക്കുന്ന ജോലിയായിരുന്നല്ലോ എന്ന് പറയാം. അപ്പോഴേക്കും രേഖയും ഗീതും കൂടെ അങ്ങോട്ട് വരുവാണ്. ആഹാ, ഗർഭിണികൾ 2 പേരും വന്നല്ലോ. നിങ്ങൾ അവിടെ ഇരുന്നു, നിങ്ങൾ ഇതിനൊന്നും കൂടെ ഉണ്ടെന്ന് പറയാം. അവിടെ മാറി ഇരുന്നാൽ മതി എന്ന് പറയാണ്. ഇത് കേട്ടൻ ഗീത പറഞ്ഞു, അതിന്റെ കാര്യമൊന്നുമില്ല, ഒരു ബലൂൺ വീർപ്പിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. ഗോവിന്ദ് പറഞ്ഞു, അതിന്റെ കാര്യമില്ല, ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ നോക്കിയും കണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താളാന്ന് പറയാണ്. അങ്ങനെ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുൺ രാധികാമ്മയും കൂടെ അങ്ങോട്ട് വരുന്നേ. വരുണൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. രാധികാമ്മ അങ്ങോട്ട് വരുവാണ്. രാധികാമ്മ ചോദിച്ചു, അല്ല കണ്ണ, ഇത്രയും വലിയ ഫംഗ്ഷന്റെ കാര്യമുണ്ടോന്ന് ചോദിക്കുകയാണ്. ഇതിപ്പോ എന്ത് ഫംഗ്ഷനാ രാധികാമ്മേ? ചെറിയ തോതില് 2 പേര് 2 ഗർഭിണികളല്ലേ ഉള്ളത്, അപ്പൊ ചെറിയ തോതിലല്ലേ നമ്മളൊന്ന് ആഘോഷിക്കണ്ടേന്ന് ചോദിക്കും. ഓ എന്നാലും എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. രാധികയുടെ മുഖം അത്ര വലിയ തെളിച്ചൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ വരുണിനും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്താണ് അങ്ങോട്ടേക്ക് 2 അതിഥികൾ വരുന്നേ. അത് രഞ്ജുവും വിജയലക്ഷ്മിയും ആയിരുന്നു. അവർ 2 പേരും കൂടെ അങ്ങ് വരുന്ന കണ്ടപ്പം ഗീതുവിന് ഭയങ്കര സന്തോഷമായി. ഗീതു ഓടി ചെല്ലുവാണ് അമ്മയെന്നും വിളിച്ചോണ്ട്. ഈ കാഴ്ച കൊണ്ട് രാധികാമ്മ അങ്ങോട്ട് വന്നു. രാധിക പറഞ്ഞു, നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗീത പറഞ്ഞു, അതെ, ഞങ്ങൾ പറഞ്ഞിട്ട് വന്ന. ഞങ്ങളെന്ന് പറഞ്ഞ നീ വിളിച്ചിട്ട് വന്നായിരിക്കും. അങ്ങനെ നീ വിളിച്ചിട്ട് ഇവര് വന്ന് കേറിയിട്ടുണ്ടെങ്കിലേ അതൊന്നും ഇവിടെ ആരും അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല. ഇവിടെ വിളിക്കേണ്ടവര് വിളിക്കണമെന്ന് പറയാം. രാധികാമ്മ എന്ന് ഗോവിന്ദനെടുത്തേണ്ട പറഞ്ഞു, കണ്ണ, ഇവരെ എത്രയും പെടുന്ന ഇവിടെ നിന്ന് പറഞ്ഞുവിട്. വിളിക്കാതെ സദ്യക്ക് ഉണ്ണാൻ കയറി വന്നിരിക്കുന്ന കണ്ടില്ലേ? വരും പറഞ്ഞു, അത് ശരി അമ്മയെന്ന് പറയാണ്. കയ്യെ പിടിച്ച് പുറത്തിറക്കി പറഞ്ഞാൽ ഞാൻ പുറത്തിറക്കി വിടാം എന്ന് പറഞ്ഞുകൊണ്ട് വരുൺ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞു, അവിടെ നിൽക്കണമെന്ന് പറയാണ്. ഞാൻ വിളിച്ചിട്ട് വന്ന അവര്, എന്റെ അതിഥികൾ അവരെന്ന് പറയാണ്. ഇത് കേട്ടൻ രാധികാമ്മയിൽ ഒരു ഞെട്ടലുണ്ടായി. പെട്ടെന്ന് ഗീത പറഞ്ഞു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം ആയില്ലല്ലേ? പറഞ്ഞു കേട്ടോ, ഗോവിന്ദേട്ടൻ പറഞ്ഞു കേട്ടോന്ന് ചോദിക്കുക. അതെ, ഇവിടെ വന്നിരിക്കുന്ന വേറെ ആരുമല്ല, എന്റെ വയറ്റി വരുന്ന കുഞ്ഞിന്റെ മുത്തശ്ശിയാ. അവർക്കെല്ലാം അധികാരം അവകാശമുണ്ട്. പിന്നെ
ഇതേ കുഞ്ഞിന്റെ അപ്പച്ചിയും കൂടെ വന്നിരിക്കുന്നത്. ഇപ്പൊ രാധികാമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ അധികാരം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വിജയലക്ഷ്മി അമ്മയ്ക്ക് നിൽക്കാനായിട്ടുള്ള അധികാരം ഉണ്ടെന്ന് പറയാം. ഇതൊട്ടും രാധികാമ്മ പ്രതീക്ഷിച്ച കാര്യമില്ല. കാരണം തടിയേറ്റ പോലെ രാധികാമ്മ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.